പിന്നെ മലയാളി പൊളിയാണ്. വാ പൊളിച്ചോണ്ട് നടക്കും, പഴം പൊളിച്ച് തിന്നും, ഉള്ളി പൊളിച്ച് കറി ഉണ്ടാക്കി തിന്നും. ഉള്ളിക്കറി ബീഫ്, അങ്ങനെയൊക്കെയുള്ള പരിപാടികളുണ്ട്. പലതും പൊളിക്കുന്നുണ്ട്. പൊളിഞ്ഞിരിക്കുന്നവര്. കേരളം പൊളിയല്ലേ? മലയാളി പൊളിയല്ലേ? റോഡ് പൊളിഞ്ഞാണ്, പാലം പൊളിഞ്ഞതാണ്, വീട് പൊളിഞ്ഞതാണ്, അങ്ങനെ എല്ലാം പൊളിഞ്ഞതാ. പൊളിഞ്ഞങ്ങ് ഇരിക്കുക, പൊളിച്ചങ്ങ് വെച്ചേക്കുക മലയാളി. ലോകത്തിന്റെ ഏത് മൂലയ്ക്ക് പോയാലും മലയാളി പൊളിഞ്ഞിരിക്കുക. പൂക്കളം പൂക്കൾ നീർപ്പൂക്കൾ നീയും കാണുന്നുണ്ടോ? പൂക്കൾ പനിനീർ പൂക്കൾ. ബാസ് നീയും കാണുന്നുണ്ടോ? ഏതാ വേറെ അങ്ങനത്തെ പാട്ട്? അത് മറ്റേ തന്റെ സൗണ്ട് അല്ല, ബാസ് ഉണ്ട്, എന്റെയാ. അപ്പൊ ഞാൻ വേണം അത് ഇടാൻ. അല്ല, അവിടെ ഇരുന്നിട്ട് താൻ ഇട്ടാ ശരിയാവും. തനിക്ക് ബേസ് ഇല്ലടേ. എനിക്ക് തെറ്റിപ്പോയതാണ്. ഞാൻ ഒരു നിമിഷത്തേക്ക് മറന്നുപോയി, ശ്രദ്ധിച്ചില്ല. ആവേശം കൊണ്ടല്ലേ? എനിക്ക് അത് വരുന്ന കണ്ടപ്പോൾ ആവേശം കൊണ്ട് പൂക്കൾ പനിനീർ പൂക്കൾ നീയും കാണുന്നുണ്ടോ? ഇതിലും കൂടിയ സാധനം ഉണ്ടോ? വേറെ ഏതാ ഒരു പാട്ടുള്ള ഇങ്ങനെ എടുക്കുന്ന? മറ്റേ പഴയൊരു പാട്ടുണ്ടല്ലോ. എന്തോ വന്ന പണ്ടാരൻ നസീറിന്റെ ഏത് പടത്തിൽ മഹേശദാസ് പാടിയത്? ഒറ്റക്കമ്പീനാദം മാത്രം. അതിങ്ങനല്ല, മൂളും വീണാഗാനം. ഏകരാഗമേതോ താളം മുഖരാഗാനാലാപം ഈ സ്വരഗതിയിൽ. ഇത് നമ്മൾ നേരത്തെ ഒരു ദിവസം ഇട്ടാണല്ലോ. ഈ സ്വരഗതിയിൽ ഒറ്റക്കമ്പീനാദം മാത്രം മൂളും വീണാഗാനം. വേറെ ഉണ്ടോ? വേറെ ഉണ്ട്. ഏതാ ഉള്ളേ? നല്ല ഇങ്ങനെ ഡെപ്തിലോട്ട് പോകണം. ഈ സമ്മറിൻ പേരിലുണ്ടോ അങ്ങനത്തെ സാധനം വല്ലോ? അങ്ങനെ അത് ഇന്ന് ഞാൻ പാടിയാന്ന്. വേറെ ദേവദുന്ദുഭി പിന്നെ കച്ചേരി ഉണ്ടായിരുന്നു. സാന്ദ്രലയം ഗാനലയം. ലയം എന്ന് പറഞ്ഞാല് ഈ തോട്ടത്തില് പണിക്കാർ താമസിക്കുന്ന സ്ഥലമല്ലേ? ഗാനലയം. കുതിരയുടെ ലയം ഉണ്ടല്ലേ? ഇതിനകത്ത് ഏത് ലയമായിരിക്കും? ഗാനലയം വേറെ ലയമായിരിക്കും. ഗാനങ്ങളുടെ ലയം, കുതിരയുടെ ലയം, ഗാനം താമസിക്കുന്ന സ്ഥലം. അർത്ഥം പിടികിട്ടി. ഇപ്പൊ ടെക്നിക്ക് പിടികിട്ടി. ഇപ്പൊ വേണം മമ്മൂട്ടിയുടെ സൗണ്ട് ഒക്കെ എടുത്താൽ ശരിയാവുമായിരിക്കും. മ്യൂസിക് ഹൗസ്, അതാണ് ഗാനലയം. ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല മക്കളെ. മടങ്ങിപ്പോ ഓണായിരുന്നു, അങ്ങനെയാ പറയണ്ട. അങ്ങനല്ല, ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല, ഇറങ്ങി പോടാ മയിരേ. അങ്ങനെയാ ചന്തു പറയണ്ടേ. അല്ല പിന്നെ ഇരുമ്പാണ് തട്ടി മുളയാണി വെച്ച് പൊൻകാരം കൊണ്ട് ചുരുകി വളക്കാൻ കൊല്ലന് 16 പണം കൊടുത്തവൻ ചന്തു. എന്നിട്ടോ ഉണ്ണിയാർച്ച ഊമ്പിച്ചത് എന്നൊക്കെ അങ്ങനത്തെ ഒരു രീതിയിലല്ലേ ഡയലോഗ്. കിണ്ടിക്ക് എവിടെ കയറിയിട്ട് ആർക്ക് അതെന്ത് പറഞ്ഞ തുറന്നു കയറിയപ്പോ കിണ്ടി കയറി എന്നെ വിറ്റല്ലേ. അയ്യോ, പിന്നെ ചൂട്ടെടുത്ത് ഓടി. മെയിൻ ടീമുകളുടെ പഴയ ആൾക്കാരുടെ പരിപാടിയാ. പണ്ട് നമ്മൾ പറയത്തില്ലേ മറ്റേ വീടുകൾ എന്ന് പറയുന്നത്, ഇല്ലോ എന്ന് പറയുന്നത് എന്തുവാന്നു, സ്പാ. അങ്ങനെ വരുന്ന സ്പായി വരുന്നവരാ, പൈസ കൊടുക്കുന്നവരാ. അന്ന്
പറമ്പൊക്കെ കൊടുക്കുമല്ലേ, അന്നത്തെ പരിപാടി അതാണല്ലോ, ബാർട്ടർ സിസ്റ്റം ആണല്ലോ. കാശില്ലല്ലോ. കാശില്ല, അപ്പൊ വേണ്ട പറമ്പ് മണ്ണ് മറ്റേത് മറിച്ചെന്നൊക്കെ പറഞ്ഞാൽ കൊടുക്കുക. ഇന്ന് ആ മല അങ്ങ് എടുത്തോളാൻ. അത് B2B വിത്ത് ഹാപ്പി എൻഡിങ്ങിന് മല ഫുൾ സർവീസാ. ഞാൻ പറയുന്നതാണ്. പിന്നെ അല്ല, മസാജ് മാത്രമാണേലും റിലാക്സേഷൻ മറ്റേ തായ് മസാജ് മാത്രമേ ഉള്ളെങ്കിൽ ചിലപ്പോൾ പറമ്പൊക്കെ കിട്ടുവാന്ന്. ഓ ഇല്ല, പണ്ട് തായ്ലാന്റിന് തുല്യമായിരുന്നു ഇതൊക്കെ. അതെ അതെ. എന്നിട്ട് പറച്ചിലൊക്കെ ഇവിടെ ഭയങ്കര എന്ത് സംസ്കാരം, ഇതൊക്കെയാണോ സംസ്കാരം? ഒന്നും കൊള്ളാത്ത കുറെ മനുഷ്യര്. മൂല്യച്യുതി. ബ്രിട്ടീഷുകാർ വന്നതുകൊണ്ട് ഇത്രയും കാര്യം കിട്ടി. എടോ ഞാനൊരു കാര്യം പറയട്ടെ, ഇന്നും സുരേഷ് ഗോപിയുടെ കാര്യം പറയാം. ഒരു കാര്യം നീയും പോരുന്നുണ്ട് ഞാൻ പറയാം. അതായത് ബ്രിട്ടീഷുകാർ ഇപ്പോഴും ഇന്ത്യ ഭരിക്കുകയായിരുന്നു നിങ്ങൾ വിചാരിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ ഇവിടെ നിന്നുള്ളവർ ആരെങ്കിലും UK പോകേണ്ടി വരുമോ? വളരെ റീസണബിൾ ആയിട്ടുള്ള ചോദ്യം. കാനഡ പോകേണ്ടി വരുമോ? ആരെങ്കിലും ഗൾഫിൽ പോവോ? ഇവിടെ തന്നെ നമുക്ക് സുഖമായിട്ട് അങ്ങ് ജീവിക്കാണ്. കാരണം അന്നത്തെ കാലത്തെ സിസ്റ്റം വളരെ കൃത്യമായിട്ട് അവർ ചെയ്തു. ഇപ്പൊ അവരെന്താ ചെയ്യുന്നത്? പിന്നെ ഇതിന് അങ്ങോട്ട് തള്ളി കയറി പോകുന്നത്. ജനാധിപത്യം കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു. പിന്നെ സൂപ്പർ ആയിട്ട് അവർ മാനേജ് ചെയ്ത് തന്നെ. ഈ അങ്ങോട്ട് തള്ളി കയറി പോകേണ്ടി വരുത്തൊന്നുമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഇവിടുന്ന് പോകാൻ പാടില്ല അല്ലേ? അവിടെ വന്ന അവര് ഇവിടെ കോളനി ആക്കി, ഇന്ത്യക്കാർ അവിടെ പോയി അവിടെ ഇന്ത്യക്കാർ ഇപ്പൊ കോളനി ആക്കി. കോളനി ആക്കി അവര് ബ്രിട്ടീഷുകാർ ഇവിടെ വന്നത് കോളനി ആക്കി. പൊളിറ്റിക്കലി പ്രശ്നമുണ്ട്. പറഞ്ഞോ, ഇപ്പൊ കോളനി ഇല്ല, നഗരേ ഉള്ളൂ. പറഞ്ഞു മറ്റേതുള്ള ഇവരിവിടുന്ന് അങ്ങോട്ട് വന്നിട്ട് കോളനി ആയി. അതെ, അത്രേ ഉള്ളൂ. എന്താണല്ലോ ഒരു കോളനി ആവശ്യം നമ്മൾ. അവന്മാർക്ക് അത് തന്നെ വേണം. നീയൊക്കെ കോളനി ഉണ്ടാക്കുമല്ലേ? ബ്രിട്ടീഷുകാർ ഓർത്ത് കാണും, അയ്യോ പണ്ടാരം വേണ്ടായിരുന്നു. എന്ത് അവന്മാര് വിളവന്മാർ അവിടുത്തെ മുത്തച്ഛന്മാരൊക്കെ തെറി വിളിക്കുമായിരിക്കും. പണ്ട് ലോകം മുഴുവൻ നടന്ന് കോളനി ഉണ്ടാക്കിയാൽ ഇപ്പൊ ദുഃഖിക്കുന്ന ഇന്ത്യയിൽ വന്നാലായിരിക്കും. ഇവന്മാർ അവിടെ ചെന്ന് പോകാൻ പാടില്ല. ഇവര് പുതിയ ജനറേഷനൊക്കെ പറഞ്ഞു പഠിപ്പിക്കും. നാളെ ഒരിക്കലും നമുക്ക് ലോകം മുഴുവൻ നടന്ന് കോളനി ഉണ്ടാക്കണമെന്ന് തോന്നിയാലും ഇന്ത്യ ഒഴിവാക്കിയേക്കണം. അങ്ങോട്ട് പോകരുത്. പാകിസ്ഥാൻ, ഇന്ത്യ, ബംഗ്ലാദേശ് പരിപാടി ആ ഏരിയ മൊത്തത്തിൽ അങ്ങ് വിട്ടേക്കാൻ പറയും. അതെ അതെ അതെ. നമുക്ക് വേറെ എന്തില്ല